ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷിന് കിരീടം. ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറുകയാണ്. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച 14-ാം മത്സരത്തിലാണ് അട്ടിമറി വിജയം ഗുകേഷ് നേടിയത്. 7.5 പോയിന്റുമായാണ് ഗുകേഷ് കിരീടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയുടെ ആദ്യ ലോക ചാമ്പ്യനായി ഡി ഗുകേഷ് മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. ഗുകേഷ് കിരീടം നേടിയിരിക്കുന്നു, ലോക ചാമ്പ്യനായിരിക്കുന്നു ഒരു ഇന്ത്യൻ താരം. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും നമ്മൾ ഉറ്റുനോക്കിയ ഒരു വിജയം തന്നെയായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരങ്ങൾ, അതിന്റെ അവസാനവട്ട പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 14 റൗണ്ട് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഗുകേഷ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ 14 റൗണ്ടിൽ 13 റൗണ്ട് പോരാട്ടങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ഗുകേഷ് കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അത് മത്സരത്തിന്റെ തുടക്കം മുതൽ ആദ്യ മത്സരത്തിൽ ഡിങ് ലിറൻ വിജയിച്ചു. ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ ഡിങ് ലിറൻ വിജയിച്ചെങ്കിൽ തൊട്ടടുത്ത മത്സരത്തിൽ ഗുകേഷ് സമനില പിടിക്കുന്നു. അതിനടുത്ത മത്സരത്തിൽ ഗുകേഷ് വിജയം സ്വന്തമാക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുന്നു. അതിനുശേഷം ഗുകേഷ് വിജയം സ്വന്തമാക്കുന്നു. എന്നാൽ തൊട്ടടുത്ത മത്സരം വീണ്ടും 12-ാം റൗണ്ട് മത്സരത്തിൽ എത്തുമ്പോൾ അവിടെ ഗുകേഷിനെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ഡിങ് ലിറൻ വിജയിക്കുന്നു. 13-ാമത്തെ പോരാട്ടം വീണ്ടും സമനിലയിൽ കലാശിക്കുന്നു. അങ്ങനെ ഫൈനലിലേക്ക് പോരാട്ടം, അത് 14-ാം റൗണ്ട് പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇരുവർക്കും 6.5 പോയിന്റ് എന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നത്തെ അവസാന റൗണ്ട് 14-ാം റൗണ്ട് പോരാട്ടം അങ്ങനെ വളരെ നിർണായകമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 14-ാം റൗണ്ട് പോരാട്ടം ഇന്ന് പോരാട്ടത്തിൽ ഇറങ്ങിയപ്പോൾ, അതായത് 14 റൗണ്ട് പോരാട്ടങ്ങളിൽ നിന്ന് 7.5 പോയിന്റ് ലഭിക്കുന്ന ആളാണ് താരത്തിനാണ് കിരീടം സ്വന്തമാകുക. അങ്ങനെ ഒരു പോയിന്റ് ലഭിക്കുന്ന ആൾ വിജയം സ്വന്തമാക്കും എന്ന ആ ഒരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി. അവിടെ ഗുകേഷ് ഡിങ് ലിറനെ 55 മൂവ്മെന്റുകൾക്ക് നീക്കങ്ങൾക്കൊടുവിലാണ് ഡിങ് ലിറനെ ഗുകേഷ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഗുകേഷ് ഒരു ചരിത്രത്തിലേക്ക് കൂടി നടന്ന് കയറിയിരിക്കുകയാണ്. അതായത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയിലേക്കൊരു മറ്റൊരു താരം, ഇന്ത്യയുടെ മറ്റൊരു താരം ചെസ് ചാമ്പ്യൻ ആവുന്നു എന്ന പ്രത്യേകത. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി, വിജയിച്ച താരമായി ഗുകേഷ് മാറുകയാണ്. ഇതോടുകൂടി ചെസ് ഇതിഹാസം ഗാരി കാസ്പറോവിന്റെ നേട്ടത്തെയാണ്, അതായത് 1985-ൽ തന്റെ 22-ാം വയസ്സിൽ ഗാരി കാസ്പറോവ് നേടിയ ആ ഒരു നേട്ടത്തെയാണ്, ലോക കിരീടം ജയിലിനെയാണ് ഇപ്പോൾ ഗുകേഷ് തന്റെ 18-ാമത്തെ വയസ്സിൽ മറികടന്നുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഓരോ ഇന്ത്യക്കാർക്കും അഭിമാന നിമിഷം തന്നെയാണ് ഗുകേഷിന്റെ ഈ ഒരു വിജയം എന്തായാലും ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. 14 റൗണ്ടിൽ 13 റൗണ്ടിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനെ വിറപ്പിച്ചുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തി ഇന്ത്യയിലേക്ക് വീണ്ടും ഒരു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യക്ക് എത്തിച്ചിരിക്കുകയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം മറ്റൊരു താരം, ഇന്ത്യൻ താരം എന്തായാലും ലോക ചെസ്സിന്റെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ്. വിഷ്ണു, നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്രത്തോളം ഒരു ഉത്തേജനകമായ നിമിഷങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. ഈ ഒരു നിമിഷം വരെയും വളരെയധികം ആവശ്യത്തോടെ ഭാരതീയർ ഉറ്റുനോക്കുകയായിരുന്നു. ലോക ചാമ്പ്യനായി ഗുകേഷ് വരുന്നത് കാത്ത ഇപ്പോൾ അത് തന്നെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരുപക്ഷെ ഗുകേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഈ ഒരു ചെസ് രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്ന് തന്നെയായാലും വളരെയധികം ആവേശകരമായിട്ടുള്ള ആ ഒരു നിമിഷത്തിനൊടുവിലാണ് ഗുകേഷ് ലോക ചാമ്പ്യനായി ലോകം വിളിച്ചു പറഞ്ഞത്. ആ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവിടുന്നത്. ഒരിക്കൽ കൂടി നിഖിൽ കുമാർ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. നിഖിൽ, എന്തു തന്നെയായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ഒരുപക്ഷെ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് ചില ചരിത്രങ്ങൾ കൂടിയാണ്. ഈ ഒരു ചരിത്ര നിമിഷത്തോടൊപ്പം ചില റെക്കോർഡുകൾ കൂടി പിറന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, മുൻ ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദിൻ്റെ അതേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമി എന്ന ഓണം ഇപ്പോൾ ഡി ഗുകേഷ് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള ഈ ഒരു ചെസ് രംഗത്തെ ഭാരതത്തിൻ്റെ വളരെ ഒരു ചരിത്ര നേട്ടം കൂടിയല്ലേ ഇത്? തീർച്ചയായും വിഷ്ണു, നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വനാഥൻ ആനന്ദിന് ശേഷം മറ്റൊരു താരം ഇന്ത്യയിലേക്ക് ലോക ചെസ്സിന്റെ കിരീടം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് നിലവിലെ ലോക ചാമ്പ്യനെ അട്ടിമറിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം നമുക്ക് അഭിമാനിക്കാനുള്ള ഘടകമുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് 2006 29-നാണ് തമിഴ്നാട്ടിലെ ചെന്നൈയില് ഗുകേഷ് ജനിക്കുന്നത്. ഒപ്പം തന്നെ പിന്നീട് ഇങ്ങോട്ട് 7-ാമത്തെ വയസ്സിലാണ് ഗുകേഷ് ചെസ് പഠിച്ച് ചെസ്സിലേക്ക് വരുന്നത്, ചെസ് എന്നുള്ള മേഖലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് 2015 ഏഷ്യൻ സ്കൂൾ
ചെസ് ചാമ്പ്യൻഷിപ്പിൽ 9 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലും 2018 ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും 12 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലും ഗുകേഷ് ജേതാവായി. അങ്ങനെ തുടങ്ങിയ ആ ഒരു കരിയർ പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഓരോ ഘട്ടത്തിലും പടിപടിയായി ഉയർന്ന് തന്റെ 18ാമത്തെ വയസ്സിൽ ലോക ചാമ്പ്യനാകുന്ന ഒരു കാഴ്ചയിലേക്ക്, അത് നിലവിലെ ലോക ചാമ്പ്യനെ അട്ടിമറിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഗാരി കാസ്പറോവ് എന്ന ഇതിഹാസ താരത്തിന്റെ റെക്കോർഡ്, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ലോക ചെസ് ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ആ ഒരു റെക്കോർഡ് പോലും മറികടക്കുന്നത്. 1985 ഗാരി കാസ്പറോവ് നേടിയ ആ ഒരു റെക്കോർഡ് 2024 എന്തായാലും ഇപ്പോൾ ഗുകേഷ് മറികടന്നിരിക്കുകയാണ്. നമുക്കൊക്കെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെ. അത് തന്നെയാണ് ലോക ചാമ്പ്യൻ റെക്കോർഡുകളോടുകൂടി ഇപ്പോൾ ഗുകേഷ് ഭാരതം ഏറ്റുവിളിക്കുകയാണ്. ഗുകേഷിന്റെ പേര് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറിയിരിക്കുകയാണ്. ചൈനയുടെ ഡിങ് ലിറനെയാണ് തോൽപ്പിച്ചത്. 14ാം മത്സരത്തിൽ അട്ടിമറി വിജയം നേടി 7.5 പോയിന്റുമായാണ് ഗുകേഷ് കിരീടം സ്വന്തമാക്കിയത്. നിഖിൽ കുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.